അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെ കാണുന്ന സമയത്ത് നമ്മുടെ വർഷയ്ക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അവളവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ പോലെ തോന്നിയായിരുന്നു. എന്തായാലും നമ്മുടെ ശ്രീകാന്ത് വന്നപ്പോൾ അവൾക്ക് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചി ഒരുപാട് സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമ്മുടെ വർഷയുടെ കുട്ടിക്കായിട്ട് കളിപ്പാട്ടം ഡ്രസ്സും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി രേവതിയോട് നമ്മുടെ വർഷയെ ചോദിക്കേണ്ട ആ സമയത്ത് നമ്മുടെ രേവതി പറയുന്നത് വർഷ ഇവിടെ ഇല്ല സച്ചിയേട്ടാ, അവളെ വീട്ടിൽ പോയിന്, അവളെ അമ്മയും അച്ഛനും വന്ന് കൊണ്ടുപോയിന്നു എന്ന് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സച്ചിക്ക് വല്ലാത്ത വിഷമമുണ്ട്. എന്തായാലും അപ്പുറത്താണെങ്കിലും നമ്മുടെ വർഷ രാത്രി ആവണ സമയത്ത് നമ്മുടെ വർഷയ്ക്കും ആണെങ്കിലും വല്ലാത്ത വിഷമമുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് ചോദിക്കേണ്ടത് എന്താ പറ്റിയ വർഷ, എന്താ നിനക്ക് വിഷമം, എന്താ നീ ആലോചിച്ച് നിൽക്കണം എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ വർഷ പറയേണ്ടത് എന്താണെന്നറിയില്ല, എനിക്ക് സന്ധ്യ ആകുമ്പോൾ എനിക്ക് അങ്കിളിനെയും രേവതി ചേച്ചിനെയും സച്ചിയേട്ടനെയൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്, എനിക്ക് അവരൊക്കെ കാണണം തോന്നുകയാണെന്ന് പറയുന്നുണ്ട്. അത് ഓർത്തിട്ടാണ് എനിക്ക് വല്ലാത്ത വിഷമം എന്ന് പറയുന്നത്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ സച്ചി വല്ലാത്ത വിഷമത്തിൽ ഇരിക്കുന്നുണ്ട്. കാരണം അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ വർഷം അവിടെ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ സമയത്ത് നമ്മുടെ രേവതി സച്ചിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിലൊരു ബൊമ്മ എടുത്തിട്ട് അവളെ കുട്ടിയെ താരാട്ട് പാട്ട് പാടി ഉറക്കണ പോലെയൊക്കെ ഉറക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത സന്തോഷമുണ്ട്. എത്രയും പെട്ടെന്ന് ഈ വീട്ടിലൊരു കുട്ടി ഉണ്ടാവുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കേണ്ടത്. ഇതുപോലുള്ള പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.